നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ സ്കിപ്പ് ചെയ്യുമല്ലേ, വളരെ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഞാൻ ഈ ന്യൂ ഇയർ സമയത്ത് ഒരു വീഡിയോ ഇട്ടിരുന്നു. വേറെ ഒന്നുമില്ല, നമ്മൾ വാഹനം ഓട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, അതായത് ഈ ന്യൂ ഇയർ സമയം, ക്രിസ്മസ്, ഓണം, റംസാൻ അങ്ങനത്തെ ഈ വിശേഷ ദിവസങ്ങളിലാണ് കൂടുതൽ ആക്സിഡൻറ്റ് കേസുകൾ ഉണ്ടാകുന്നത്. ഞാൻ ഈ 16 വർഷം എൻ്റെ ഈ ഫീൽഡ് അനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള ആക്സിഡൻറ്റും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ന്യൂ ഇയറിന് ഈ വീഡിയോ ചെയ്തിരുന്നു. ദൈവസഹായം കൊണ്ട് വളരെ ആക്സിഡൻറ്റ് കേസുകളൊക്കെ റിപ്പോർട്ടിങ് ചെയ്തത് കുറവായിരുന്നു. വേറെ ഒന്നുമല്ല, തിരുവോണ നാളിൽ നമ്മൾ എല്ലാവരും സേഫായിരിക്കണം. ഒരിക്കലും നിങ്ങളെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ പറയുന്നതല്ല. മദ്യപിക്കുന്നതായാലും എന്ത് ആക്ടിവിറ്റീസ് ആയാലും നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്, അത് നമുക്കത് ചെയ്യാം. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ മദ്യപിച്ചിട്ട് വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങോ ബൈക്കോ കാര്യങ്ങളോ ഒന്നും ഓട്ടിക്കരുത്. ആ സമയങ്ങളിൽ നിങ്ങൾ സേഫായിട്ട് എൻജോയ് ചെയ്യുക. വീട്ടിലായാലും അല്ലെങ്കിൽ എത്രയോ ഓപ്ഷനുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ചില ആൾക്കാർ ബാറിൽ പോയി മദ്യപിക്കുന്നതായിരിക്കും. നിങ്ങൾ ആ സമയം ആട്ടോയോ കാറോ പിടിച്ചോ പോയിക്കോ. ഒരിക്കലും റിസ്ക് എടുക്കരുത്. നമ്മൾ മുഖാന്തരം ആർക്കും ഒരു ആപത്ത് വരാൻ പാടില്ല. മനസ്സിലായോ? ഇപ്പം നമ്മളിപ്പോൾ കഴിച്ചോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിയാത്രക്കാരെ തട്ടി, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും പ്രശ്നങ്ങളെ ഉണ്ടാകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ സുരക്ഷിതമായി ആഘോഷിക്കുക. അടുത്ത ഓണവും നമ്മൾ ഈ സമയം ആഘോഷിക്കാൻ നമ്മൾ ഉണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? കഴിയുന്നതും ഞാൻ പറഞ്ഞത്, ഇപ്പം നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇതാണെങ്കിൽ നിങ്ങൾ ആ ചാവി നിങ്ങളെ മക്കളെ കയ്യിലോ ഭാര്യയിലോ കൊടുക്കുക. ആ ദിവസം നിങ്ങൾ വാഹനം ഓട്ടിക്കരുത് മദ്യപിച്ചാൽ. അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പറയും, ആദ്യം നീ പോയി നന്നാവണം. എൻ്റെ അടുത്ത് പറയും 100% ഞാൻ ഇതുവരെ സുരക്ഷിതമായ രീതിയിലെ കാര്യങ്ങൾ പലതും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു കാരണവശാലും ഞാൻ ബൈക്കോ കാറോ ഞാൻ എടുക്കാറില്ല. മനസ്സിലാവുന്നുണ്ടോ? അപകടം ഈ ഓണം നമ്മൾ കുടുംബസമേതം ആഘോഷപരമായി എൻജോയ് ചെയ്യുക. ഒരു അപകടങ്ങളും ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടരുത്. മെഡിക്കൽ കോളേജിൽ അവരും സുഖമായിട്ട് എൻജോയ് ചെയ്ത് ഓണം ആഘോഷിക്കട്ടെ. ഈ ന്യൂ ഇയറിന് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ എന്തോ ആക്സിഡൻറ്റ് കേസുകൾ കുറവായിരുന്നു. എല്ലാവരും സുരക്ഷിതരാവുക. നാളെ അടുത്ത വർഷവും ഇതേ സമയം നമ്മൾ ഫാമിലിയോടൊത്ത് ഓണം ആഘോഷിക്കണം, ആരോഗ്യത്തോടെ ഇരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ ഈ ആഘോഷവേളകളിലാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല. ഇപ്പോൾ എത്രയും നല്ല ഓപ്ഷനുണ്ട്. ടാക്സി പിടിക്കാം, ആട്ടോ പിടിക്കാം. പിന്നെ ഒരു ദിവസം ഓണത്തിന് വീട്ടിലുള്ള ഭാര്യമാർ ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ തീരും. ഇപ്പോൾ കോടിക്കണക്കിന്, ഇപ്പോൾ ഏത് വിശേഷമായാലും കോടിക്കണക്കിന് രൂപയുടെ മദ്യമാണ് ഈ സർക്കാർ കൊടുക്കുന്നത്. നല്ല വരുമാനമാണ്. എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്? പെറ്റി കാര്യങ്ങൾ 10,000 രൂപ പെറ്റിയാണ്. റിസ്ക് എടുക്കരുത്. ആ 10,000 രൂപയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. സുരക്ഷിതമായിരിക്കുക. എല്ലാവരും ഓണം ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്യുക. അടിപൊളി ഓണം. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. അതുപോലെ സുരക്ഷ. ഒരിക്കലും ലൈഫിൽ റിസ്ക് എടുക്കരുത്. ജീവിതം ഒന്ന് മാത്രമേ ഉള്ളൂ. പൊട്ടാൻ സിമ്പിൾ സമയം മതി. അതായത് നല്ല പേര് കേൾക്കാൻ വർഷങ്ങൾ പിടിക്കും, പക്ഷേ ചീത്ത പേര് കേൾക്കാൻ ഒരു നിസ്സാര സമയം മതി. എൻ്റെ അനുഭവമാണ്. അത് പൊതുവേ മനുഷ്യന്മാർക്കെല്ലാം ഈ അനുഭവം തന്നെയാണ്. ഒരു മനുഷ്യനും പെർഫെക്റ്റ് ഒന്നുമല്ല. 100% പോസിറ്റീവായ മനുഷ്യന്മാരൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് പണ്ടുള്ളവർ പറയും, പലതരുത്, പകലരുത്, പലരോടരുത്. ഭയങ്കര അർത്ഥമുള്ള പഴഞ്ചൊല്ലാണ്. നിങ്ങൾ ഓർത്തോ, ഞാൻ ഇത് ടെസ്റ്റ് ചെയ്തു. പല ക്യാരക്ടറുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പോകും. ആ ക്യാരക്ടറുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പോകുമ്പം അവരെ ക്യാരക്ടർ നമുക്ക് വരും. അത് ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോയി. പക്ഷേ സംഭവം ശരിയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എല്ലാവർക്കും ലോങ് വീഡിയോ കാണാൻ ഭയങ്കര ടൈമില്ല, തിരക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.